അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. പ്രിയമുള്ളവരെ, മക്കളുടെ മുന്നിൽ ഭർത്താവിനോട് പറയാൻ പാടില്ലാത്ത 9 കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. ഒരു കുട്ടിയുടെ ആദ്യത്തെ വിദ്യാലയം അവൻ്റെ വീടാണ്. ഉമ്മയെയും ഉപ്പയെയും കണ്ടാണ് അവൻ ബഹുമാനവും സ്നേഹവും സംസാര ശൈലിയും പഠിക്കുന്നത്. അതുകൊണ്ട് തന്നെ മാതാപിതാക്കൾ പരസ്പരം സംസാരിക്കുന്ന രീതി കുട്ടികളുടെ വ്യക്തിത്വത്തെ ആഴത്തിൽ സ്വാധീനിക്കുന്നുണ്ട്. ഇന്ന് പറയാൻ പോകുന്നത് ഭാര്യ കുട്ടികളുടെ മുന്നിൽ വെച്ച് ഭർത്താവിനോട് പറയാൻ പാടില്ലാത്ത 9 കാര്യങ്ങളെക്കുറിച്ചാണ്. ഈ കാര്യങ്ങൾ ഭർത്താക്കന്മാർക്കും ഒരുപോലെ ബാധകമാണെന്ന കാര്യം കൂടി ഇതിനോടൊപ്പം ഓർക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങളുടെ ഉപ്പാക്ക് ഒന്നും അറിയില്ല. ഇങ്ങനെ പറയുന്നത് കുട്ടികളുടെ മനസ്സിൽ ഉപ്പയോടുള്ള ബഹുമാനം കുറക്കും. പിന്നീട് ഉപ്പയുടെ ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും കുട്ടികൾ വേണ്ടത്ര വില കൊടുക്കാതിരിക്കാനും ഇത് കാരണമാകും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഉപ്പ ഒരു ഉത്തരവാദിത്തമില്ലാത്ത ആളാണ്. ഒരു കുട്ടിക്ക് തൻ്റെ ഉപ്പ സുരക്ഷിതമായ ഒരു തണലാണ്. ആ തണലിനെ തകർക്കുന്ന തരത്തിലുള്ള വാക്കുകൾ കുട്ടികളിൽ അസ്വസ്ഥതയും ഉപ്പയെക്കുറിച്ചുള്ള തെറ്റായ ധാരണകളും ഉണ്ടാക്കും. മൂന്നാമത്തെ കാര്യം, നിങ്ങളെ വിവാഹം കഴിച്ചത് എൻ്റെ ഏറ്റവും വലിയ തെറ്റായിരുന്നു എന്ന് പറയുക. ദേഷ്യത്തിൽ പറഞ്ഞാലും ഇത്തരത്തിലുള്ള വാക്കുകൾ കുട്ടികളുടെ മനസ്സിൽ കുടുംബജീവിതത്തെക്കുറിച്ച് ഭയവും അരക്ഷിതാവസ്ഥയും സൃഷ്ടിക്കും. ദാമ്പത്യ ബന്ധത്തിൻ്റെ മഹത്വം കുട്ടികളുടെ മുന്നിൽ കാത്തു സൂക്ഷിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി നാലാമത്തെ കാര്യം, നിങ്ങളുടെ വീട്ടുകാരെ പോലെ തന്നെയാണ് നിങ്ങളും. ഭർത്താവിൻ്റെ കുടുംബത്തെ അപമാനിക്കുന്ന വാക്കുകൾ കുടുംബ ബന്ധങ്ങളെ വേദനിപ്പിക്കും. കുട്ടികൾക്കും ബന്ധുക്കളെക്കുറിച്ച് മോശമായ കാഴ്ചപ്പാടുണ്ടാകാൻ ഇത് കാരണമാകും. ഇനി അഞ്ചാമത്തെ കാര്യം, നിങ്ങൾക്ക് ഒരു കാര്യവും ശരിയായ രൂപത്തിൽ ചെയ്യാൻ കഴിയില്ല എന്ന്. ഒരാളെ നിരന്തരം ഇങ്ങനെ താഴ്ത്തിക്കെട്ടി സംസാരിക്കുന്നത് ആത്മവിശ്വാസം നഷ്ടപ്പെടുത്തും. കുട്ടികളും പിന്നീട് മറ്റുള്ളവരോട് ഇതേ രീതിയിൽ സംസാരിക്കാൻ പഠിക്കും. ഇനി ആറാമത്തെ കാര്യം, കുട്ടികളെ വളർത്താൻ നിങ്ങൾക്ക് ഒരു കഴിവുമില്ല എന്ന് പറയുക. ഉപ്പയുടെ പങ്ക് കുട്ടികളുടെ ജീവിതത്തിൽ വളരെ വലുതാണ്. ആ പങ്കിനെ കുട്ടികളുടെ മുന്നിൽ ചെറുതായി കാണുന്നത് അവരുടെ ഉപ്പയുമായുള്ള മാനസിക അടുപ്പത്തെ അത് കാര്യമായി ബാധിക്കും. ഏഴാമത്തെ കാര്യം, നിങ്ങളോട് സംസാരിച്ചാൽ ഒരു പ്രയോജനവുമില്ല എന്ന് പറയുക. സംസാരത്തിനുള്ള വാതിലടക്കുന്ന വാക്കുകളാണിവ. കുടുംബത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള വഴിക്ക് പകരം അകൽച്ച വർദ്ധിപ്പിക്കാനാണ് ഇത്തരം വാക്കുകൾ ഇടയാക്കുക. ഇനി എട്ടാമത്തെ കാര്യം, നിങ്ങൾ ഈ വീട്ടിലില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ നന്നായി ജീവിച്ചേനെ എന്ന് പറയുക. ഒരു കുടുംബത്തിൽ പറയാൻ പാടില്ലാത്ത ഏറ്റവും വേദനിപ്പിക്കുന്ന വാക്കുകളിൽ ഒന്നാണിത്. ഇത് കേൾക്കുന്ന കുട്ടികളുടെ മനസ്സിലും ആഴത്തിലുള്ള മുറിവുണ്ടാക്കും. ഇനി 9ാമത്തെ കാര്യം, നിങ്ങൾ നിങ്ങളുടെ ഉപ്പയെപ്പോലെ ആകരുത് എന്ന് കുട്ടികളോട് പറയുക. ഇത്തരം വാക്കുകൾ കുട്ടികളുടെ മനസ്സിൽ ഉപ്പയുടെ വില കുറയ്ക്കുകയും ഉപ്പയും മക്കളും തമ്മിലുള്ള സ്നേഹബന്ധം അകറ്റുകയും ചെയ്യും. പ്രിയമുള്ളവരെ, ഭാര്യയും ഭർത്താവും പരസ്പരം ബഹുമാനിക്കുന്ന വീടുകളിലാണ് കുട്ടികൾക്ക് നല്ല സ്വഭാവവും നല്ല സംസ്കാരവും ഉണ്ടാകുന്നത്. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ആ കാര്യങ്ങൾ കുട്ടികളുടെ മുന്നിൽ പരസ്പരം അപമാനിക്കുന്ന രീതിയിൽ പ്രകടിപ്പിക്കാതിരിക്കുക എന്നത് ഓരോ മാതാപിതാക്കളുടെയും ഉത്തരവാദിത്തമാണ്. ഇന്ന് മുതൽ നമ്മുടെ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. കാരണം നമ്മുടെ മക്കൾ നമുക്ക് പ്രിയപ്പെട്ടതാണ്. നമ്മുടെ മക്കളുടെ ജീവിതം ആണ് നമുക്ക് വലുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വാലിഹീങ്ങളായ സന്താനങ്ങളിൽ നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.